Okay, all of you mark your attendance. Mark your attendance now. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ്? 7th lesson അല്ലേ? എന്താണ് ലെസന്റെ നെയിം? ആകാശത്ത് മുത്തമിടാം. ഓക്കെ, ആകാശത്ത് മുത്തമിടാം. ഓക്കെ, അതിന്റെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അല്ലേ? മിസ് ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എഴുതിയോ മക്കള്? ക്വസ്റ്റ്യൻ ആൻസർ രണ്ടെണ്ണേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്. അപ്പോ മീനിങ് ഉണ്ട്, പിന്നെ 2 ക്വസ്റ്റ്യൻ ആൻസറും മിസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് നോക്കി എഴുതണം കേട്ടോ നോട്ട്ബുക്കിലേക്ക്. എന്നിട്ട് അത് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ആക്ടിവിറ്റീസ് പറയാം. ഫസ്റ്റ് വൺ, പദം പരിചയപ്പെടുക അല്ലേ? ഓൾ ഓഫ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30 അല്ലേ? 30. അതില് ആദ്യത്തത് പദം പരിചയപ്പെടുകയാണ്. അതിലൊന്നാമത്തത് അങ്ങ്. എന്താണ് നമ്മുടെ മീനിങ് പറഞ്ഞത്? അങ്ങ്, അവിടെ. വെരി ഗുഡ്, അങ്ങ്, അവിടെ. നെക്സ്റ്റ് വൺ, ആറ്റുവഞ്ചി. എന്താണ് ആറ്റുവഞ്ചി? ഞാൻ നോട്ടില് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വായിക്കും. ഇപ്പൊ മിസ് അത് പറയുന്നത് എന്തിനാ? വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ മീനിങ് വായിക്കുമ്പോ ആറ്റുവഞ്ചി എന്താണ് അതിന്റെ അർത്ഥം? നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മത്സ്യം അല്ലേ? ഞാൻ ഇപ്പൊ ക്ലാസ് കയറിയത്. പേജ് നമ്പർ എത്രയാണ്? തുടങ്ങിയതേ ഉള്ളൂ. പേജ് നമ്പർ 30. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ലെസൺ, അതായത് 7th ലെസന്റെ ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ പറയുന്നത്. അതില് അർത്ഥാണ്. ഓക്കെ, തുടങ്ങിയതേ ഉള്ളൂ. ഒന്നാമത്തത് പദം പരിചയപ്പെടാം. അതിലൊന്നാമത്തത് അർത്ഥത്തിന് എഴുതുന്നത്. അർത്ഥം എഴുതുക എന്ന ഹെഡിങ് ആയിട്ട് നോട്ടിലേക്ക് നിങ്ങൾ പാർട്ട് ചെയ്തണം കേട്ടോ. മിസ് സെൻഡ് ചെയ്യുന്നത് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. അതൊന്നുകൂടി ഇവിടെ പറയാം. അങ്ങ്, അവിടെ. ആറ്റുവഞ്ചി എന്താ അർത്ഥം? നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരം. അടുത്തത് എന്താ? കടവ് അല്ലേ? ഇതിൽ എന്താ ചോദിക്കുന്നേ? കടവ്, മറുകര കടക്കാനുള്ള സ്ഥലം അല്ലെ? മറുകരയിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള സ്ഥലമാണ് കടവ്. ഓക്കെ, നെക്സ്റ്റ് തുഞ്ചത്ത്. എന്താണ് തുഞ്ചത്ത്? ഓലഞ്ഞാലി എവിടെ ഇരുന്ന്? ഓലയുടെ തുഞ്ചത്ത് അറ്റത്ത്. തുഞ്ചത്ത് അറ്റത്ത്. നെക്സ്റ്റ് മുത്തമിടുക. ലാസ്റ്റ് വൺ അതാണുള്ളത് പദം പരിചയപ്പെടുകയില്ല. മുത്തമിടുക എന്താ? വെരി ഗുഡ്. ഉമ്മ കൊടുക്കുക. ഓക്കെ, ചുംബിക്കുക. അപ്പൊ അതിനാണ് പദങ്ങൾ പരിചയപ്പെടാനുള്ളത്. ഒന്ന് അങ്ങ്, അവിടെ. ആറ്റുവഞ്ചി, നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരം. നെക്സ്റ്റ് അടുത്തെന്താ? കടവ്, മറുകര കടക്കാനുള്ള സ്ഥലം. തുഞ്ചത്ത്, അറ്റത്ത്, അല്ലെങ്കിൽ തുമ്പത്ത് എന്നും പറയാം. അറ്റത്ത് എന്ന് പറഞ്ഞാലും മതി. മുത്തമിടുക, ചുംബിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ഉത്തരം കണ്ടെത്തുകയാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് ആര്? ആരാണ് നീയ? ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് ആര്? ആരാ നമ്മൾ പഠിച്ച പാട്ടിൽ? ഓലയിഞ്ഞാലി. ഓക്കെ, ഓലയിഞ്ഞാലിയാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം നമുക്ക് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ? കടവത്ത് ആലോലമാടുന്നത് എന്ത്? എന്താണ് കടവത്ത് ആലോലമാടുന്നത്? വെരി ഗുഡ്, ആറ്റുവഞ്ചിയാണ് കടവത്ത് ആലോലമാടുന്നത് അല്ലേ? ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തത് നോക്കിയേ നിങ്ങള്. മക്കള് നോക്കണേ, ശ്രദ്ധിക്കണം. എന്ത് പറ്റി ദീക്ഷിതിന്? അയ്യോ, എന്തോ ഒരു വിഷമമുണ്ടല്ലോ. പകർത്തി എഴുതാം അല്ലെ? പകർത്തി എഴുതാം. മൂന്നാമത്തെ ആക്ടിവിറ്റീസ്. അതില് ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം, ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. എന്താ പകർത്തി എഴുതുക പറഞ്ഞ? അത് തന്നെ നോക്കി എഴുതണം. താഴെ മക്കൾ എഴുതിയേ നോക്കിയിട്ട്.
പറഞ്ഞുകൊണ്ട് എഴുതണം. ശ്രുതി എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പറഞ്ഞുകൊണ്ട് എഴുതുക. ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം. താഴോട്ട് 2 ഭാഷ എഴുതാനാണോ? ആ, ഒന്ന് എഴുതിയാലും 1 പ്രാവശ്യം എഴുതിയാലും മതി. നിങ്ങൾ 2 പ്രാവശ്യം എഴുതിയാൽ അത്രയും നല്ലത്. പകർത്തി എഴുതാം. അത് തന്നെ 2 വട്ടം എഴുതാൻ വേണമെങ്കിൽ കേട്ടോ. ഒന്നെങ്കിലും എഴുതിക്കോ, ഒരുപാട് എഴുതാനുണ്ട്. ശ്രദ്ധിച്ച് നോക്കി എഴുതിയേ മക്കള്. ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം. ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. മിസ് ഒന്ന് എഴുതിക്കൂ. ഓക്കെ, എഴുതിയോ? 2 എഴുതിയോ? അപ്പൊ അടുത്ത ലൈൻസ് അക്കരെ ഇക്കരെ മുത്തമിടാം. എഴുതിയോ മക്കള് 2? ഇല്ല, എഴുതിക്കോ. മിസ് ആ പാട്ടൊന്നും കൂടെ പാടുവോ? ഏത്? ആ പാഠഭാഗാണോ? അല്ല, ഇപ്പൊ ഇല്ല 2 വരികളാ? ഓക്കെ. ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം. ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. എഴുതിക്കോ. ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം. ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. ഓക്കെ, ആടാം തുഴയാം. നിങ്ങൾ അത് ഒന്നുകൂടി വായിക്കും, എഴുതും. അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഈ പകർത്തി എഴുതുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ എഴുതണേ. ഏഞ്ചലേ, എന്ത് പറ്റി? ഏഞ്ചലിന് ടെസ്റ്റ് ഇല്ലല്ലോ അല്ലേ മോളെ? ഏഞ്ചൽ ബെന്നി, അതുകൊണ്ടായിരിക്കാം. എന്തുണ്ട് ഏഞ്ചലിന്? ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലേ? അതെ അല്ലേ, മോള് ശ്രദ്ധിച്ചോട്ടോ. ഞാൻ 3ാമത്തെ ആക്ടിവിറ്റീസ് പിന്നീട് എഴുതിയാൽ മതി 2ാമത്തെ തവണ കേട്ടോ. ഇപ്പൊ മിസ്സിന് 4ാമത്തെ ആക്ടിവിറ്റീസ് പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, മാറ്റി എഴുതാം എന്നാണ് അല്ലെ? മാറ്റി എഴുതാം, മാതൃക പോലെ മാറ്റി എഴുതാം. 1ാമത്തെ നമുക്ക് അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 4th ആക്ടിവിറ്റി ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ 4ാമത്തേക്ക് നോക്ക്, അപ്പൊ മനസ്സിലാവും. 1ാമത്തേത് തന്നത് മുത്തമിടുക. എന്താ ഉത്തരം? മുത്തമിടാം. അപ്പൊ ആടുക, ആടാം. വെരി ഗുഡ്. എഴുതിക്കോ. എങ്ങനെ എഴുതും? ആടാം. നമ്മൾ ഇപ്പൊ തൊട്ട് മേലെ പകർത്തി എഴുതിയിട്ടുണ്ട്. ആടാം എന്ന് എഴുതിക്കോ മക്കള്. അതിന് നേരെയുള്ള കോളത്തില് എങ്ങനെ എഴുതണം ആടാംന്ന്? അടുത്തതോ? ആടാം. വരക്കരുതേ. രണ്ടാമത്തത് പാടുക, പാടാം. 3ാമത്തത് അല്ലേ? ഒന്നതിൽ തന്നിട്ടുണ്ടല്ലോ. അയാൻ വിജേഷേ, ഇവിടെ വരക്കരുത് മോനെ കേട്ടോ. പാടാം. നെക്സ്റ്റ് തുഴയുക. എന്താ വരുക? ഓക്കെ, വെരി ഗുഡ്. തുഴയാം.
തുഴയാം. തുഴയാം. രാ വൃത്തി എഴുതണം കേട്ടോ മക്കളെ. സിനോണ്ട് എഴുതുമ്പോ വരുന്ന മിസ്റ്റേക്ക് ആകും. അപ്പൊ മുത്തമിടുക, മുത്തമിടാം. ആടുക, ആടാം. പാടുക, പാടാം. തുഴയുക, തുഴയാം. നെക്സ്റ്റ് വൺ എഴുതിയോ മക്കളെല്ലാവരും? എല്ലാവർക്കും ഫിനിഷ് ആണോ? യെസ്. അടുത്ത നെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ ഇതല്ലേ? ഇനി ഇത് തുഴയാം എന്നാണ്, ഴായാണ് കേട്ടോ. തുഴയാം. നെക്സ്റ്റ് എന്താ എഴുതിയോ? ഓക്കെ. അപ്പൊ അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് ഇനി പറയാനുള്ളത്. മാറ്റി എഴുതാം. അതിലൊന്നാമത്തെ എന്താ? മാതൃക പോലെ മാറ്റി എഴുതാന്ന് പറഞ്ഞത്. അക്കരെ ഇക്കരെ. അക്കരെ വരക്കരുതേ. ആ വരച്ചവര് മായിച്ചു കഴിഞ്ഞേ. അക്കരെ. അപ്പൊ അക്കരെ ഇക്കരെ. അപ്പോ അങ്ങേ കൊമ്പത്ത് എന്താ വരുവാ? കൊമ്പത്ത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് മായിച്ചോട്ടെ. കഴിഞ്ഞു എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് അക്കരെ ഇക്കരെ. അങ്ങേ കൊമ്പത്ത്. ഇങ്ങേ കൊമ്പത്ത് എഴുതിക്കോ. അതിന് നേരെ കടവത്ത്. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങേ കൊമ്പത്ത് അതേപോലെ എടുത്ത് എഴുതണേ. ഇങ്ങേ കൊമ്പത്ത്. നെക്സ്റ്റ് അങ്ങേ തുഞ്ചത്ത്. അന്നേരം എന്ത് എഴുതണം? ഈ ഇങ്ങേ തന്നെ എഴുതിയിട്ട് തുഞ്ചത്ത് എടുത്തെഴുതണം. ഇങ്ങേ തുഞ്ചത്ത് എന്ന് എടുത്തെഴുതണം. ഇവിടെ തന്നെ ഉണ്ട് തുഞ്ചത്ത്. ഓക്കെ. അപ്പൊ ഇങ്ങേ തുഞ്ചത്ത്. നെക്സ്റ്റ് അങ്ങേ കടവത്ത്. എന്താ എഴുതേണ്ടത്? അപ്പൊ എല്ലാത്തിനും ഈ ഇങ്ങേന്ന് ചേർക്കണം. എന്നിട്ട് അതിൽ കൊമ്പത്ത് എന്ന് ആദ്യത്തിന് എഴുതുക, രണ്ടാമത്തേന് തുഞ്ചത്ത് എന്ന് എഴുതുക, മൂന്നാമത്തേന് കടവത്ത് എന്ന് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? എന്ത് പറ്റി? ആദ്യം അതിന് ഉറക്കം വരുന്നുണ്ടോ മോനെ? ഉണ്ടോ? മനസ്സിലായോ? അപ്പൊ അക്കരെ ഇക്കരെ. അങ്ങേ കൊമ്പത്ത്. ഇങ്ങേ കൊമ്പത്ത് എന്ന് എഴുതണം. എന്ത് പറ്റി? ഇന്ന് എന്താണ് ആദ്യം? അതിന് മടിയുണ്ടോ എഴുതാൻ മോനെ? അപ്പൊ ഇങ്ങേ കൊമ്പത്ത്. ഇങ്ങേ കടവത്ത്. ഇങ്ങേ കൊമ്പത്ത്. നെക്സ്റ്റ് ഇങ്ങേ തുഞ്ചത്ത്. അടുത്തത് ഇങ്ങേ കടവത്ത്. എഴുതണ്ടല്ലോ ഇനി മിസ്? എഴുതണോ? ഇങ്ങേ അടുത്തത് ഇങ്ങേ തുഞ്ചത്ത്, ഇങ്ങേ കടവത്ത്. ഇനി ഇത് മുഴുവൻ എഴുതി കഴിഞ്ഞോ മക്കളെ? എഴുതുന്നില്ല? പറ. എഴുതുന്നില്ല? എഴുതിയോ? റിച്ചാർഡ് ഗൾഫിലെത്തിയോണ്ട് നല്ല ഹാപ്പിയിലാണല്ലേ റിച്ചാർഡേ? ആ ഓക്കെ. നെക്സ്റ്റ് ആരാ എഴുതാത്തെ? അനിരുദ്ധ എഴുതിയോ മോനെ? അനിരുദ്ധ എത്തിയോ വീട്ടില്?
Okay, Amrita, very good. Okay, Hadi, Haider, Rayan, Aman Madhav, Abel Matthew, Arav, Nilanjana, Angel Betty, Sarah Maria Shaiju. എല്ലാവരും എഴുതിയോ മക്കൾ? എല്ലാവരും എഴുതിയോ? ബിയോണ, ഐഫൂന, അൻവിത, അലൻ ജോസഫ്, നൈല ഷക്കീർ, അനാമിക പിരാജ്, ആയുഷ്. ല്ലോ എഴുതി കഴിഞ്ഞു എല്ലാ മക്കളും അല്ലേ? അനുഗ്രഹ എഴുതിയോ? അനുഗ്രഹ, നൈല ഷക്കീർ, സൽമാൻ നാസർ. Turn on your videos. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? നിറം കൊടുക്കാന്നാണ് അല്ലെ? നോക്കി, നല്ലൊരു പിക്ചർ ഉണ്ട് അവിടെ. അതിന് നിറം കൊടുക്കണം. അതിപ്പോ ചെയ്യണ്ട കേട്ടോ, ക്ലാസ് ചെയ്യണ്ട, നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി. നിറം കൊടുക്കാം. എന്താ നല്ല പിക്ചർ അല്ലേ? ഏഞ്ചൽ കാണുന്നില്ല അല്ലെ? ഏഞ്ചലിന് കാണണോ? ഏഞ്ചലിന് ബുക്ക് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഒന്ന് അവളെ കാണിച്ചു കൊടുക്കട്ടെ. ഇതാ മിസ് പറഞ്ഞ പിക്ചർ കണ്ടോ? ഒരു ബേർഡ്സ് ഒരു ബേർഡ് എന്താ ചെയ്യുന്നേ? നോക്കിയേ. പാട്ട് പാടിത്തരാ? ഇലക്ക് ഞാൻ പാട്ട് പാടിത്തരാം. ഈ ഇലക്ക് ഗ്രീൻ കളർ കൊടുക്കുക, ബേർഡ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഓക്കെ, അയ്യോ കളറും കൊടുത്തോ? റെഡിയാക്കി വെച്ചു. നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഷഹബറ. അലൻ ജോസഫ്, വെരി ഗുഡ്. ഒന്ന് കാണിച്ചു കൊടുത്തേ. കൊടുത്തോ? വെരി ഗുഡ്. ഇതാ അമൃത കൊടുത്തു. അടുത്ത ഞാൻ വായിക്കാം. ഏഴാമത്തത് ചൊല്ലി രസിക്കാം. ഓ, ഈ പാട്ട് പാടാനാണ് ബിയോണ ചോദിച്ചോണ്ടിരുന്നല്ലേ? അപ്പോ ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. ഏഴാമത്തത് ചൊല്ലി രസിക്കാം എന്നാണ്. നമുക്ക് നോക്കാം അല്ലെ? അങ്ങോട്ടിങ്ങോട്ടാടാട്, ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്, ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട്. നല്ല ഉറക്കം വരുന്നുണ്ടായിട്ടുണ്ടാവും. അതാണ് ഈ പാട്ട് പാടാൻ എല്ലാവരും എന്നോട് പറഞ്ഞത് അല്ലേ? അപ്പൊ ഏഴാമത്തെ എന്താ? ചൊല്ലി രസിക്കാനാ പറഞ്ഞത്. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പാടും. ഒന്നുകൂടി പാടും. അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ച് പറ്റി നല്ല ഉറക്കെ ഒന്ന് പാടിയേ. ആടാടുണ്ണി ആടാട്, ഫോർ ലൈൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ഓട്ടാടാട്, ചാഞ്ചാട് അല്ല, ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്, ചാഞ്ചക്കം ചാഞ്ചക്കം. ഓക്കെ, എല്ലാരും അൺമ്യൂട്ട് ചെയ്യാതെ മ്യൂട്ട് ഒരാളെ പാടിപ്പിക്കാം അല്ലേ? അപ്പൊ എന്താണ്? ആടാടുണ്ണി ആടാട്, ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്, ചാഞ്ചക്കം ആടാട്. ഇതാണ് സോങ് അല്ലേ? എല്ലാരും ഒന്ന് ചാഞ്ഞ് പാടിയ. നീലാഞ്ജലിയിൽ അതാ നല്ല വൃത്തി ചാഞ്ഞും ചെരിഞ്ഞും പാടുന്നുണ്ട്. ഓക്കെ, ആരാ പാടുന്നേ?
ആരാ പാടുന്നേ ഇപ്പോ? ആരും പാടുന്നില്ലേ ഇപ്പോ? നൈല ഷക്കീർ ഒന്ന് പാടിയേ. നൈല ഷക്കീർ ഒന്ന് പാടിയേ. ആടാടുണ്ണി ആടാട്. മ്യൂട്ട് ചെയ്ത് വെച്ചേ മറ്റുള്ളവര്. ഓക്കെ, ആരാ പാടുന്നേ ഫസ്റ്റ്? കൈബൊക്ക്. ഓക്കെ, അമൃത. ആടാടുണ്ണി ആടാട് അങ്ങോട്ടിങ്ങോട്ടാട് ചാചാടുണ്ണി ചെഞ്ഞാട് ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിനാഥിന്റെ കൈബൊക്കുന്നല്ലേ അതിനതേ? പഠിക്കോ ആദിക്കൂട്ട. ആടാടുണ്ണി ആടാ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആവുന്നുണ്ട്, നീ വെറുതെ ഞെക്കിക്കൊണ്ട്. ആടാടുണ്ണി ആടാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാടാട്. ചാഞ്ചാട് ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട് ചാഞ്ചാട് ചാഞ്ചക്കം ആടാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഐഫുന. ഓക്കെ ബിയോണ, വെരി ഗുഡ്. ഐഫുന കേട്ടില്ലേ? ഐഫുന അൺമ്യൂട്ട് ചെയ്തോ? ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? നല്ല ആടിക്കുഴഞ്ഞ ആരാ പാടുന്നേ? റിച്ചാർഡ് പാടുവോ? ആടാടുണ്ണി ആടാട് അങ്ങോട്ടിങ്ങോട്ടാടാട് ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട് ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ ആഗ്രഹം? വേഗം വേഗം നോക്കിയേ പാടേണ്ടവര്. ഇഷിക രാജ്. ആടാടുണ്ണി ആടാട് അങ്ങോട്ടു ഇങ്ങോട്ടു ആടാട് ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കം ആടാണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എടുത്തേരാ. ദീക്ഷിത്. ആടാടുണ്ണി ആടാൽ അങ്ങോട്ടിങ്ങോട്ടാടാൽ ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കം ആടാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തേരാ പാടുന്നേ? ഇവിടെ നീലാഞ്ചന. ആടാടുണ്ണി ആടാട് അങ്ങോട്ടിങ്ങോട്ടാടാട് ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട് ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സേറാമരിയ.
ആടുണ്ണി ആടാട് ഉം. അങ്ങോട്ടിങ്ങോട്ടാടാട് ഉം. ചാഞ്ചാടുണ്ണി ചിരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ മാടാട്. Okay, very good. Next, Hadi Haider. ആടാടുണ്ണി ആടാട് അങ്ങോട്ടിങ്ങോട്ടാടാട് ഉം. ചാഞ്ചാടുണ്ണി ചെറിയാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ആടാട്. Okay, very good. Next, Muhammad Mubtasim. ആടാടുണ്ണി ആടാട് അങ്ങോട്ടിങ്ങോട്ടാടാട് ചാണ്ടാടുണ്ണി ചെറിനാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ആടാട്. Okay, very good. Next, Ayush. Ayush Vivi. Okay. ആയുഷ് ഇല്ല, കാണുന്നില്ല ആയുഷേ. നെക്സ്റ്റ് മെസ്സേജ് കിട്ടുന്നല്ലോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തില്ല അല്ലേ? നൈല ഷക്കീർ പാടിയിരുന്നോ? ഐഫുന ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഐഫുന. ആടാടുണ്ണിയാടാട് അങ്ങോട്ടിങ്ങോട്ടാടാട് ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്. പോയോ ആള്? നെക്സ്റ്റ് ആരാ? സൽമാൻ നാസർ. ആടാടാടാട് ആടാടുണ്ണി ആടാട്. ആടാടുണ്ണിയാടാട് ആടി അങ്ങോട്ടിങ്ങോട്ട് ആടാട്. ആടാട് ചാഞ്ചാടുണ്ണി ചെരിഞ്ഞ ചാച്ചാച്ചുണ്ണി ചെരിഞ്ഞാട്. ചെരിനാട് ചാഞ്ചക്കം ആടാട്. ചാഞ്ചക്കൻ ആടാട്. ഓക്കെ, വെരി ഗുഡ്. അനുഗ്രഹ. ആടാടുണ്ണി ആടാട് അങ്ങേ അങ്ങോട്ടിങ്ങോട്ടാടാട്. ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്. ചെരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ആടാട്. ഓക്കെ, വെരി ഗുഡ്. ന്യൂറാസ്. ന്യൂറാസ്, പ്ലീസ് അൺമ്യൂട്ട്. ന്യൂറാസ് മുഹമ്മദ്. ആടാടുണ്ണി ആടാട് അങ്ങോട്ടിങ്ങോട്ടും ആടാട്. ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്. ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കം ആടാട്. ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട് പാട്.
ക്ലാസ്സിന് പാടാൻ വയ്യ അല്ലേ? ഇതാ നെക്സ്റ്റ് ഇവിടെ ഒരുപാട് ആള് തയ്യാറാണ് കേട്ടോ. ഞാനാ ബിയോണ. ബിയോണ പാടിക്കോ വേഗം. അങ്ങോട്ടും ഇങ്ങോട്ട് ആടാട്. ചാഞ്ചാടുണ്ണി ചെറിയാട് ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട്. ചാഞ്ചാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അലൻ ജോസഫ്. അലൻ അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ? അൺമ്യൂട്ട് ആവുന്നില്ലേ? ഇല്ലേ? ഓക്കെ, ഇനി ആരൊക്കെയാ? നാസ മറിയം. ആടാടുണ്ണി ആടാട് ആടാട് അങ്ങോട്ടിങ്ങോട്ടാടാട്. അങ്ങോട്ടിങ്ങോട്ടാടാട് ചാടുണ്ണി ചാഞ്ചോട്ട് ചെരിഞ്ഞാട് ചാഞ്ചക്കം ചാഞ്ചക്ക് ആടാട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ പാഠം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ടേ. എല്ലാവരും എന്ത് ചെയ്യാ? നന്നായി പാടി പഠിക്കുക കേട്ടോ. ഓക്കെ, പാഠത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞില്ലേ? എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഇനി അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ? വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ അല്ലേ? അടുത്ത ലെസന്റെ പേരെന്താ? വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ അല്ലേ? വെള്ളരി അറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ വെള്ളരി എന്താണെന്ന്? കണ്ടിട്ടുണ്ടോ? അത് തന്നെ അമൃത. ഇങ്ങനെയാണെന്ന് അറിയാം അല്ലേ? വെള്ളരി എന്താണത്? വെജിറ്റബിൾസ് ആണോ ഫ്രൂട്ട്സ് ആണോ എന്താണ്? വെജിറ്റബിൾ. ഓക്കെ, പച്ചക്കറിയാണ് അല്ലേ? വെജിറ്റബിൾ, വെള്ളരി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീടുകളില്? അമ്മയും അച്ഛനൊക്കെ ഉണ്ടാക്കുന്നതിന് കൂടാറുണ്ടോ? വിത്തൊക്കെ ഇട്ട് നട്ട് അത് മുളച്ച് അതിന് കായൊക്കെ പിടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെള്ളരി കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ച സമയത്ത് വെള്ളരി വള്ളി വെള്ളരി അല്ല കുമ്പളം നട്ട് അത് വലിയ കുമ്പളങ്ങയാക്കി മിസ്സിന് കുറെ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് തന്നു. ഇപ്പൊ കുറച്ചാൾ മുമ്പ് ആയത്. ഒരുപാടുണ്ടല്ലോ അതിന് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ തന്നെ വെക്കണേ, അമ്മയും അച്ഛനൊന്നും അല്ല കേട്ടോ. അത് ആ കുട്ടി തന്നെ അലൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അത് ചെയ്തത് കേട്ടോ. അലൻ തോമസ്. ഓക്കെ, അപ്പൊ ആ കുട്ടി ചെയ്തിട്ട് വലിയ ഒരുപാട് കുമ്പളങ്ങ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അറിയോ നിങ്ങൾക്ക് കുമ്പളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അപ്പൊ അതൊരുപാട് പിടിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു മിസ്സിന് വേണം കൊണ്ടുതരാൻ. ഞാൻ വേണ്ട, കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാടെടുക്കുന്ന സമയത്ത് നട്ടേനെ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ആ ഒരു പാഠം പഠിക്കാം കേട്ടോ. അതിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നേ? കൃഷിയോട് നമുക്ക് എന്തുണ്ടാവണം നോക്കാം അല്ലേ? അപ്പൊ ഭക്ഷണം ഇല്ലാതെ നമുക്കൊന്നും ജീവിക്കാനാവില്ല എന്ന ഒരു വസ്തുതയാണ് അല്ലേ അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കാം പാഠം. അപ്പൊ ഇതുവരെയുള്ളത് നിങ്ങൾ നന്നായി പഠിക്കണേ മക്കള്. ഈ ഒരു പാഠം നമ്മുടെ ഈ ഒരു എക്സാമിന് ഇനി വരുന്ന എക്സാമിനാണ് വരിക കേട്ടോ. ഈ ഒരു പാഠം നമ്മളിപ്പോ പഠിച്ച പാഠം. ഓക്കെ, ബൈ. ടൈം കഴിഞ്ഞു കേട്ടോ. ബൈ, സി യു. ഓക്കെ, ബൈ.
ബൈ. ഓക്കേ.